എല്ലാ വണ്ടിയുടെ അപ്ഡേറ്റ്സും ഫോട്ടോസും വീഡിയോസും ഡീറ്റെയിൽസും ഒക്കെ കാണാം. അതിൽ തന്നെ കസ്റ്റമർ റിവ്യൂസ് കാണാം. വണ്ടി കൊടുക്കുമ്പോഴത്തെ റിവ്യൂ മാത്രമല്ല, വണ്ടി കൊടുത്ത് 5, 6, 7 മാസം കഴിഞ്ഞിട്ട് നമ്മൾ പോയി ആഫ്റ്റർ സെയിൽസ് സർവീസ് റിവ്യൂസ് എടുക്കാറുണ്ട്. വണ്ടി ഓൾറെഡി KL രജിസ്ട്രേഷൻ ആക്കി മാറ്റിയതിന് ശേഷമുള്ള റിവ്യൂ. IDV എന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനി അങ്ങനെ ഇങ്ങനെ കൊടുക്കൂല. ആ വാഹനത്തിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കി ഫുൾ ഇൻസ്പെക്ട് ചെയ്ത് അവർ സർവേർ വന്ന് ഇത് തയ്യാറാക്കിയതിന് ശേഷം ഒരു വാഹനത്തിന് IDV കൊടുക്കുള്ളൂ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒരു വീട്ടിൽ വെച്ചിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ പുറകിൽ പ്രീമിയം വാഹനങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ വന്നിരിക്കുന്നത് പ്രീമിയം വീൽസിലാണ്. പ്രീമിയം വീൽസ് ഗുരുവായൂർ. ഇവർ എന്താ പറയുക, കുറച്ച് വാഹനങ്ങൾ മാത്രം എടുത്തിട്ട് അത്രയും സെലക്റ്റീവായ വാഹനങ്ങൾ നോക്കിയും കണ്ടും എടുത്തിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ പ്രീമിയം വീൽസിൽ സലീം ഭായ് നമ്മുടെ കൂടെ ഉണ്ട്. നമസ്കാരം, വെൽക്കം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് വരും. നമ്മൾ ബാക്കിയുള്ള ഷോറൂമിൽ പറയുന്ന പോലെ ഹിസ്റ്ററി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ പറയുന്നതല്ല, അവർ PDF ആയിട്ട് കൈ തരും അല്ലേ? എല്ലാ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇൻഷുറൻസ് ലൈസൻസ് ഉള്ളൊരു ഏജൻസി ഉണ്ട് ഇവർക്ക്. അപ്പോൾ ഫുൾ വാഹനങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം ചെക്ക് ചെയ്യും. നമ്മൾ എന്ത് പണിയെടുത്താലും ചിലപ്പോൾ പുറത്തുള്ള വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് ഇൻഷുറൻസ് നമ്മൾ ക്ലെയിം ചെയ്തെടുക്കും ചില വണ്ടികൾക്കൊക്കെ. അതൊക്കെ ഇൻഷുറൻസിൽ നമുക്ക് മനസ്സിലാവും, പക്ഷേ ഹിസ്റ്ററിയിൽ ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി ഇവർ നോക്കിയിട്ടാണ് വാഹനങ്ങൾ കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ മേജറായിട്ടുള്ള ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാം. 100% ഗ്യാരണ്ടി. അതെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിൽ പറയാനുള്ളത് എന്നത്തെ പോലെ തന്നെ ഒരു എന്താ പറയുക, സി ക്ലാസ് തന്നെ അല്ലേ? E-ക്ലാസ് കയ്യിലുണ്ട്. 320 BM ഉണ്ട്. ക്രിസ്റ്റ 2 ഉണ്ട്. ഒന്ന് അപ്പുറത്താണുള്ളത്. ഒന്ന് മാനുവലും ഒന്ന് ഓട്ടോമാറ്റിക്കും ആണ്. പിന്നെ ഫോർച്യൂണർ 2016 വരെയാണ് ടൈപ്പ് 2 പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത്. 2016 ലാസ്റ്റ് ബാച്ചിൽ പ്രൊഡക്ഷനിൽ വന്നിരിക്കുന്ന വെഹിക്കിൾ ഫോർച്യൂണർ. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. അപ്പോൾ ഇവരുടെ ലൊക്കേഷനും കോൺടാക്ട് ഡീറ്റെയിലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. റൈറ്റ് ടോപ്പ് കോർണറിൽ ഇതാ ഇവിടെയുണ്ട് ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ. അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് E-ക്ലാസ്സിൽ തുടങ്ങാം. മെഴ്സിഡസ്-ബെൻസ് E250. യെസ്, E250 ഡീസൽ വേരിയന്റ് വെഹിക്കിൾ ആണ്. 2013 ലാസ്റ്റ് മന്ത് തൊട്ടിട്ടാണ് ഈ വെഹിക്കിൾ ഈ ഷേപ്പിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. 2013 ലാസ്റ്റിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. 2014 രജിസ്റ്റേർഡ് വെഹിക്കിൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ ആണ്. ഈ സെക്കൻഡ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെ പേരിൽ നിന്ന് വൈഫിന്റെ പേരിലേക്ക് മാറിയിരിക്കുന്നതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 years ഒക്കെ കഴിയുമ്പോൾ വണ്ടിക്ക് ഡിപ്രീസിയേഷൻ വരും. ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമർ ചെയ്യുന്നത് ചിലപ്പോൾ കമ്പനിയുടെ പേരിലുള്ളത് പേഴ്സണൽ പേരിലേക്കൊക്കെ മാറ്റും. അങ്ങനെ വന്നിരിക്കുന്നതാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഇതിനുള്ള കംപ്ലീറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, പ്രീവിയസ് ഓണറുടെ അഡ്രസ്സും ഇപ്പോൾ ഓണറുടെ അഡ്രസ്സും രണ്ടും സെയിം ആണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഫുൾ കവർ കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് അവൈലബിൾ ആണ്. 46,000 കിലോമീറ്റർ ആണ് ഈ വെഹിക്കിൾ ഓടിയിരിക്കുന്നത്. ഓക്കെ, അതിന്റെ ജെനുവിനിറ്റി പറയാൻ പറ്റും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ജിതിൻ വെഹിക്കിൾ കണ്ടിട്ട് എങ്ങനെ, ഞാൻ പേഴ്സണലി ചോദിക്കുകയാണ്. വെഹിക്കിൾ നിങ്ങൾ എല്ലാ വെഹിക്കിളും ഞാൻ കണ്ടെടുത്തോളം ഫുൾ ക്വാളിറ്റിയാണ്. കാണുന്ന ലുക്കിൽ എല്ലാം ക്വാളിറ്റിയാണ്. പിന്നെ PDF ഞാനൊരു കസ്റ്റമറോട് ചോദിക്കണ പോലെ ചോദിക്കുകയാണ്. ഒന്നും പറയാനായിട്ടല്ല വെഹിക്കിൾ ഇരിക്കുന്നത്. 46,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഇതിൽ വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ 46,000 കിലോമീറ്ററിന്റെ സർവീസ് ബെൻസിന്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ നിന്ന് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ 46,000 സർവീസ് ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി പുതുതായിട്ട് നമ്മളടുത്ത് നിന്ന് എടുക്കുന്ന കസ്റ്റമർ അനദർ 1 year അല്ലെങ്കിൽ ഒരു 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് 61,000 കിലോമീറ്ററിൽ ചെയ്താൽ മതി സർവീസ്. 4 പുതിയ ടയേഴ്സ് ആണ് ഈ വെഹിക്കിളിൽ കിടക്കുന്നത്. ഇനി പുതുതായിട്ട് എടുക്കുന്ന ആള് ഇതിൽ ₹1 പോലും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡീസൽ അടിക്കുക, ഓടിക്കുക, NOC എടുത്തു തരും. ഇത് എവിടെയെങ്കിലും എടുത്തോ? ഇല്ല, നമ്മളടുത്ത് നിന്ന് എടുക്കുന്ന കസ്റ്റമറുടെ പേരിൽ എടുത്തു കൊടുക്കാം. നിങ്ങളുടെ RTOയിൽ എടുത്തു തരും. എല്ലാ വണ്ടിക്കും അങ്ങനെ തന്നെ? എല്ലാ വണ്ടിക്കും. ഓക്കെ, NOC എവിടേക്കും എടുത്തിട്ടില്ല, നിങ്ങൾക്ക് എടുത്തു തരും. ഇവർ തന്നെയാണ് ഡയറക്റ്റ് ഡൽഹിയിൽ നിന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നത്. വേറെ ഏജൻസികളോ കാര്യങ്ങളൊന്നും നമുക്കില്ല. നമ്മുടെ സ്റ്റാഫ് അവിടെ ഉണ്ട്. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അവർ ഡയറക്റ്റ് പോയിട്ട് RTO ഓഫീസിൽ സബ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഡയറക്റ്റ് NOC മേടിച്ച് അങ്ങനെ നേരെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും. ഇതിൻ്റെ ഇടയിൽ വേറെ മീഡിയേറ്റേഴ്സോ വേറെ ആരും ഇല്ല. എല്ലാം നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ നമ്മൾ ലാസ്റ്റ് ഇവരുടെ വിറ്റുപോയ വണ്ടികളുടെ ഡീറ്റെയിലും എല്ലാം ഉണ്ട്. പുതിയ സ്റ്റോക്കിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് premiumwheels_2023 എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ കയറി കഴിഞ്ഞാൽ എല്ലാ വണ്ടിയുടെ അപ്ഡേറ്റ്സും ഫോട്ടോസും വീഡിയോസും ഡീറ്റെയിൽസും ഒക്കെ കാണാം. അതിൽ തന്നെ കസ്റ്റമർ റിവ്യൂസ് കാണാം. വണ്ടി കൊടുക്കുമ്പോഴത്തെ റിവ്യൂ മാത്രമല്ല, വണ്ടി കൊടുത്ത് 5, 6, 7 മാസം കഴിഞ്ഞിട്ട് നമ്മൾ പോയി
ആഫ്റ്റർ സെയിൽസ് സർവീസ് റിവ്യൂസ് എടുക്കാറുണ്ട്. വണ്ടി ഓൾറെഡി KL രജിസ്ട്രേഷൻ ആക്കി മാറ്റിയതിന് ശേഷമുള്ള റിവ്യൂ, വണ്ടിയുടെ മെയിൻ്റനൻസിനെ പറ്റിയിട്ടുള്ള റിവ്യൂ എല്ലാം അതിൽ അപ്ഡേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് മൈലേജ് ഏകദേശം എത്ര കിട്ടും? ഇതിന് ഒരു 16-17 വരെ നമ്മളൊരു മാക്സിമം ആണ് അത്ര കിട്ടുള്ളൂ. പലരും വണ്ടി എടുക്കുമ്പോൾ ഈ മൈലേജ് പറയുമ്പോൾ ചിലർ സങ്കടപ്പെടാറുണ്ട്, ഇത്ര കിട്ടുന്നില്ല അത്ര കിട്ടുന്നില്ല എന്ന്. അത് കിട്ടാത്തതിൻ്റെ രണ്ട് റീസൺ ഉണ്ട്. ഒന്ന്, പ്രോപ്പർ സർവീസ് അല്ലാത്ത വെഹിക്കിൾസിന് ഓയിൽ ചേഞ്ച് അതൊന്നും ചെയ്യാത്ത, പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഇല്ലാത്ത വണ്ടിക്ക് ഇപ്പോൾ എയർ ഫിൽറ്റർ തന്നെ മാറാതെ ഇരുന്ന് കഴിഞ്ഞാൽ മൈലേജ് കുറയും. ടയറിൽ പ്രഷർ കുറഞ്ഞാൽ മൈലേജ് കുറയും. ടയർ കണ്ടീഷൻ ബാഡ് ആണെന്നുണ്ടെങ്കിൽ മൈലേജ് കുറയും. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് അത്. രണ്ടാമത്തത് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ. നല്ല ഹൈവേയിൽ ഒരു 70-80 കിലോമീറ്റർ സ്പീഡിൽ ക്രൂസ് ചെയ്ത് കഴിഞ്ഞാൽ 16-17 100% കിട്ടുന്ന മൈലേജാണ്. എൻ്റെ കയ്യിലും സെയിം ഒരു E-Class E250 ഡീസൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻസിൽ പറയുന്നത് കിട്ടും എന്നുള്ളത്. ഓക്കെ, ഒരു മാക്സിമം മൈലേജ് ഒരു 17 വരെ, മിനിമം ടു മാക്സിമം അത് ഉണ്ടാവും അല്ലേ? എന്തായാലും ഓക്കെ. ഇതിപ്പോൾ പ്രൈസിങ് എങ്ങനെയാണ് NOC-യിൽ? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 14,90,000 രൂപ. 14,90,000 വിത്ത് NOC. 2013 മോഡൽ, 14 രജിസ്ട്രേഷൻ, 46,000 കിലോമീറ്റർ, E250D വാഹനം. ഓക്കെ, അടുത്തോട്ടിൽ ഇത് KL രജിസ്ട്രേഷൻ ആക്കാനായിട്ട് ഒരു 3.5 ലക്ഷം തൊട്ട് 3.25 ലക്ഷം രൂപയുടെ ഉള്ളിലാണ് വരെ, പ്ലസ് ഓർ മൈനസ് അപ്രോക്സിമേറ്റ്ലി. അതാണ് ഇതിന്റെ കേരള റോഡ് ടാക്സ് അടക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ എന്തായാലും വണ്ടി വന്ന് കാണുക. ഇതേ E-Class നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിൽ കാണാൻ പറ്റും, പോയി നോക്കാം. ഇതും വന്ന് നോക്കാം. ഇതിൻ്റെയും അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം ക്വാളിറ്റി എന്നുള്ളൊരു വേർഡ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ക്വാളിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതും എന്താ, പ്രീമിയം കാറുകളിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി, അതേപോലെ തന്നെ ഫ്യൂൽ എക്കണോമി എല്ലാം കിട്ടുന്നൊരു വാഹനം അല്ലേ? BMW 320D. എങ്ങനെയാണ് ഡീറ്റെയിൽ? BMW 320D ലക്ഷറി ലൈൻ ആണ്. അതായത് ഈ വേരിയന്റിൽ ഏറ്റവും ടോപ്പ് വേരിയന്റ്, ഫുൾ ഓപ്ഷൻ വേരിയന്റ്. നല്ലൊരു ടാൻ കളർ ഫിനിഷിലുള്ളൊരു ഇന്റീരിയേഴ്സ് ആണ് വരുന്നത്. 2015 മാനുഫാക്ചേർഡ്, 2015 രജിസ്റ്റേർഡ് വെഹിക്കിൾ ആണ്. 78,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഫുൾ BMW ഓതറൈസ്ഡ് ഷോറൂമിലാണ് ഇതിന്റെ സർവീസ് വരുന്നത്. പുറത്ത് ഇതുവരെ ഈ വെഹിക്കിൾ സർവീസ് ചെയ്തിട്ടില്ല. ഈ 78,000 സർവീസ് ഇപ്പൊ റീസെന്റ് BMW ഷോറൂമിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നമ്മളടുത്ത് എടുക്കുന്ന കസ്റ്റമർ അനദർ 1 ഇയർ അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇതിന്റെ സർവീസിനെ പറ്റി തിങ്ക് ചെയ്താൽ മതി. പുതിയ ഇൻഷുറൻസ് ആണ് വരുന്നത്. 2025 ജൂലൈ മാസം വരെ ഇൻഷുറൻസ് വാലിഡ് ആണ്. ഇൻഷുറൻസിൽ IDV വാല്യൂ തന്നെ 21 ലക്ഷം രൂപ IDV വാല്യൂ വരുന്നുണ്ട്. ഇൻഷുറൻസ് ഡിക്ലെയർഡ് വാല്യൂ. ഈ IDV വാല്യൂ കൂടുതൽ ഉള്ളതിന്റെ പോസിറ്റീവ്സ് ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വെഹിക്കിൾ തെഫ്റ്റ് പോയി, നിങ്ങൾക്ക് ആ ഫുൾ എമൗണ്ട് IDV വാല്യൂ നിങ്ങൾക്ക് ക്ലെയിം ഓൾമോസ്റ്റ് 90% ക്ലെയിം കിട്ടും. അതേപോലെ നാളെ ഇപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വണ്ടിമേൽ ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം ലോൺ നിങ്ങൾക്ക് പാസ്സായിട്ട് കിട്ടും. അതാണ് IDV വാല്യൂന്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. IDV എന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനി അങ്ങനെ ഇങ്ങനെ കൊടുക്കൂല. ആ വാഹനത്തിന്റെ ക്വാളിറ്റി അതിന്റെ കാര്യങ്ങൾ എല്ലാം നോക്കി ഫുൾ ഇൻസ്പെക്ട് ചെയ്ത് അവർ സർവേർ വന്ന് ഇത് തയ്യാറാക്കിയതിന് ശേഷം ഒരു വാഹനത്തിന് IDV കൊടുക്കുള്ളൂ. സർവേർ പ്രോപ്പറായിട്ട് വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ IDV ഇട്ട് കൊടുക്കുള്ളൂ. അല്ലാതെ നമ്മൾ കുറെ പ്രീമിയം കൂട്ടി അടച്ചെന്ന് വെച്ചിട്ടൊന്നും IDV ആരും തരും. ഒരേ മോഡലിൽ തന്നെ പല IDV ഉള്ള വെഹിക്കിൾസ് ഉണ്ടാവും. ഒരേ മോഡലിൽ ഇത് തന്നെ 15 ലക്ഷത്തിന്റെയും വരും, 10 ലക്ഷത്തിന്റെയും വരും, അത് തന്നെ 21 ലക്ഷത്തിന്റെയും. ഇത് വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ആണ് അവർ IDV വാല്യൂ വണ്ടിയുടെ നിശ്ചയിക്കും. ഈ വെഹിക്കിളിൽ ബ്രിഡ്സ്റ്റോണിന്റെ ട്യൂറാൻസ എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും കൂടിയ വേരിയന്റ് ടയേഴ്സ് ആണ് കിടക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 80% ടയേഴ്സ് ഈ വെഹിക്കിളിൽ അവൈലബിൾ ആണ്. ഈ വെഹിക്കിളിന്റെ പ്രൈസ് വരുന്നത് 15.5 ലക്ഷം, 15.5 lakhs വിത്ത് NOC. കേരള രജിസ്ട്രേഷൻ ആക്കാനായിട്ട് ഒരു 3.5 to 3.9 lakhsന്റെ ഉള്ളിലാണ് അപ്രോക്സിമേറ്റ്ലി ചാർജ് വരിക. ഈ വെഹിക്കിളിന് മൈലേജ് വന്നിട്ട് ഒരു 18-19 വരെ. ഇക്കോ, ഇതിൽ 3 മോഡ് ഉണ്ട്. ഇക്കോ ഉണ്ട്, കംഫർട്ട് മോഡ് ഉണ്ട്, സ്പോർട്സ് മോഡ് ഉണ്ട്. ഇക്കോ മോഡിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 18-19 വരെ കിട്ടും. ഒരു 70-80 സ്പീഡിൽ വൃത്തിയായിട്ട് ഓടിച്ചാലിട്ടാ. പലരും പിള്ളേരൊക്കെ നമ്മളടുത്ത് നിന്ന് വെഹിക്കിൾസ് എടുത്തിട്ട് അത് നിങ്ങൾ പറഞ്ഞ മൈലേജ് കിട്ടുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. നീറ്റ് ഡ്രൈവിംഗിൽ കിട്ടും. എപ്പോഴും കുറച്ചും കൂടെ മെച്യൂർഡ് ആയിട്ടുള്ള കുറച്ച് ഒരു 35-40 വയസ്സുള്ള ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ പറയാറുണ്ട് നിങ്ങൾ പറഞ്ഞ മൈലേജ് കിട്ടുന്നുണ്ട്. കാരണം അവരുടെ ഡ്രൈവിംഗ് സ്റ്റൈല് അങ്ങനെയാണ്, ഒരുപാട് സ്പീഡിലൊന്നും പോവാറില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ വെഹിക്കിളിൻ്റെ
ഡീറ്റെയിൽ വരുന്നത്. ഓക്കെ. ഈ വെഹിക്കിളിലെ എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആണ്, ഒന്നും വർക്ക് ചെയ്യാത്തതായിട്ടില്ല. ഓക്കെ, സീറ്റിന്റെ കൺട്രോൾസ് ആയാലും സൺറൂഫ് ആയാലും വേറെ ബാക്കിലെ ബ്ലൈൻഡ് കർട്ടൻസ് ആയാലും എല്ലാ ഫീച്ചേഴ്സും, അത് ഈ വണ്ടിയുടെ തന്നെ അല്ല, ഞാൻ കൊടുക്കുന്ന എല്ലാ വണ്ടിയുടെ എല്ലാ ഫീച്ചേഴ്സും വർക്കിംഗ് ആയിരിക്കും, ഒന്നും വർക്ക് ചെയ്യാത്തതായിട്ട് ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇന്റീരിയർ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു നീറ്റും കാര്യങ്ങളൊക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ക്രിസ്റ്റയാണ്. ഇനിയൊരു ക്രിസ്റ്റയും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഗ്രേ കളർ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ 2.4V മാനുവൽ വേരിയന്റ് വെഹിക്കിൾ ആണ്. ഓക്കെ, മാനുവൽ ആണ് അത്. 2017 മാനുഫാക്ചർ, 2017 രജിസ്റ്റേർഡ് വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. ആകെ ഡ്രിവൺ 58,000 കിലോമീറ്റർ. 58,000 മാത്രം. അതും നമ്മൾ പിന്നെ അടുത്ത് ചോദിക്കുന്നില്ല, കാരണം ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി എങ്ങനെയുണ്ട്? പേഴ്സണലി വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി നീറ്റാണ്. എന്ത് പറഞ്ഞാൽ ഇതിന്റെ വുഡൻ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡോർ പാഡിലും ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ശരിക്കും റഫ് യൂസ് ഉള്ള വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത് കാണിക്കുക സ്റ്റിയറിംഗിൽ വുഡൻ പാനൽ വരും, അതൊക്കെ ആകെ ഫെയ്ഡായി ക്രാക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ഫ്രഷ്നെസ്സിൽ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. നീറ്റ് വണ്ടിയാണ്. ഫുൾ ടൊയോട്ടയിലാണ് സർവീസ്, പുറത്ത് ഇതുവരെ സർവീസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ റീസെന്റ് 58,000 സർവീസ് ടൊയോട്ടയുടെ ഷോറൂമിൽ നിന്ന് കഴിഞ്ഞിറങ്ങിയതാണ്. 17 മോഡൽ, 2017 സിംഗിൾ ഓണർ വണ്ടി, 58,000 കിലോമീറ്റർ ആണ് ഈ ഷേപ്പ്. ഇത് വണ്ടി എല്ലാവരും വിചാരിക്കുന്ന ഒരു കേസാണ്, വണ്ടി ഇടിച്ചിട്ടൊന്നുമല്ല. അത് കസ്റ്റമർ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലിലേക്ക് ഇതിന്റെ ബമ്പറും ഗ്രില്ലും അത് ആ ക്രിസ്റ്റയുടെയും ഇവിടെ കാണിക്കുന്ന 2 ക്രിസ്റ്റയുടെയും ന്യൂ ഷേപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ബമ്പറും ഗ്രില്ലും ഇപ്പോഴത്തെ പുതിയതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുള്ളൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പുതിയ നമ്പർ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ പെട്ടെന്ന് പുതിയ വണ്ടിയായിട്ടാണ് തോന്നുക. പഴയത് 2017 ആണെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. പുതിയ ഇൻഷുറൻസ് ആണ് ഈ വണ്ടിയിലുള്ളത്. 23 ലക്ഷം രൂപ IDV വാല്യൂ ഉണ്ട് ഇൻഷുറൻസിന്. അടുത്ത വർഷം ജൂലൈ 2025 വരെ ഇൻഷുറൻസ് വാലിഡ് ആണ്. ഫുൾ കവർ കോംപ്രഹെൻസീവ് ഇൻഷുറൻസിൽ 23 ലക്ഷം രൂപ IDV വാല്യൂ ഉണ്ട്. ഓക്കെ. പിന്നെ വന്നിട്ട് ടയേഴ്സ് ഓൾമോസ്റ്റ് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു 70-80% ടയർ ഉണ്ട്. നിങ്ങൾ എടുത്തിട്ട് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇനി സർവീസിനെ പറ്റി തിങ്ക് ചെയ്താൽ മതി. ഓക്കെ. ഈ വെഹിക്കിളിന് ചോദിക്കുന്ന വില വന്നിട്ട് 16,90,000 രൂപ വിത്ത് NOC. ഇത് ഓട്ടോമാറ്റിക് ആയിരുന്നു? മാനുവൽ ആണ്. 2017 സിംഗിൾ ഓണർ 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2.4V ഓപ്ഷനിലുള്ള മാനുവൽ വേരിയന്റ് വെഹിക്കിൾ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഇന്റീരിയർ ഇരിക്കുന്നത്. എക്സ്റ്റീരിയർ എങ്ങനെ ഇരിക്കുന്നത്, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും കോൺഫിഡന്റിൽ പറയുന്നത് വണ്ടിനെ അറിയുന്നത് കൊണ്ടാണ്. ഇതിങ്ങോട്ടേക്ക് മാറാൻ ഇപ്പോൾ ഏകദേശം എത്രയോ? ഇത് കേരള രജിസ്ട്രേഷൻ ആക്കി മാറ്റാൻ ഇവിടെ റോഡ് ടാക്സ് അടക്കേണ്ടത് അപ്രോക്സിമേറ്റ്ലി ഒരു 2.5 lakhs, 2.5 ലക്ഷം രൂപയുടെ അടുത്താണ് ഇവിടെ ടാക്സ് അടക്കേണ്ടി വരിക. പുതിയ വണ്ടിയുടെ വില 35 ലക്ഷം രൂപയാണ്. ടൊയോട്ട ഇപ്പോൾ ഓട്ടോമാറ്റിക് ഇറക്കുന്നില്ല, മാനുവൽ മാത്രമാണ് ക്രിസ്റ്റ ഇറക്കുന്നത്. 35 ലക്ഷം രൂപയാണ് പുതിയ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടൊയോട്ടയുടെ നല്ല വണ്ടികൾ മേടിച്ചു വെക്കുന്നത് സ്വർണം മേടിച്ചു വെക്കുന്ന പോലെയാണ്. കാരണം കൂടുതലൊന്നും വിൽക്കുമ്പോൾ കിട്ടിയില്ലെങ്കിലും എന്തായാലും മേടിച്ച വിലനേലും കുറയില്ല. ക്വാളിറ്റി വെഹിക്കിൾ ആണെന്ന് ഞാൻ പിന്നെ എടുത്തു പറയുന്നു. ക്വാളിറ്റി വണ്ടിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുറയില്ല, അത് ഗ്യാരണ്ടീഡ് ആണ്. കൂടുതൽ കിട്ടുമെന്നുള്ളത് കസ്റ്റമറുടെ ഇതും ഇതൊക്കെ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. 16,90 2017 V ഓപ്ഷൻ മാനുവൽ ക്രിസ്റ്റ. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തതാ SUV സെഗ്മെന്റ് ഫോർച്യൂണർ, ടൊയോട്ട ഫോർച്യൂണർ വന്നു. എങ്ങനെയാ ഡീറ്റെയിൽ? ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണ് ഇത്. കഴിഞ്ഞ പ്രാവശ്യം ആഡ് ഇട്ടിട്ട് അങ്ങനെ ആഡ് ഇട്ട് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ വണ്ടി സോൾഡ് ഔട്ട് ആയി. ഇതിന് മുമ്പത്തെ ഒരു വൈറ്റ് കളർ ഇട്ടിരുന്നു. അത് അന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല, അതിന്റെ ഇടയിൽ വന്നതാണ്. ഇൻസ്റ്റയിൽ ജസ്റ്റ് ഇട്ടതാണ്. ഒരു കസ്റ്റമർ ഗൾഫിൽ നിന്ന് വിളിച്ചാൽ വണ്ടി കാണാണ്ട് ഫുൾ പേയ്മെന്റ് ഇട്ട് ആൾ വന്ന് വണ്ടി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് അതിന്റെ റിവ്യൂ ഇൻസ്റ്റയിൽ കയറിയാൽ കാണാം. നേരിട്ട് ഫോട്ടോയിൽ കണ്ടതിനേലും നീറ്റായിട്ടാണ് വണ്ടി ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. Type 2 ഫോർച്യൂണർ 2016 വരെയാണ് പ്രൊഡക്ഷനിൽ ഉണ്ടായിട്ടുള്ളൂ. 2016 ലാസ്റ്റ് തൊട്ടിട്ട് Type 3 ആണ് വന്നിരിക്കുന്നത്. ഇത് 2016 മാനുഫാക്ചർഡ്, 2016 രജിസ്റ്റേർഡ് വെഹിക്കിൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഈ വണ്ടിയും 58,000 കിലോമീറ്റർ മാത്രമേ ആകെ ഓടിയിട്ടുള്ളൂ.
ഫുൾ സർവീസ് ടൊയോട്ടയുടെ ഷോറൂമിലാണ്. പുറത്ത് ഇതുവരെ വണ്ടി സർവീസ് ചെയ്തിട്ടില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ക്രിസ്റ്റ ചെയ്തു സെയിം കിലോമീറ്റർ. ഇവിടെ കാണിക്കുന്ന 3 ടൊയോട്ടയും സെയിം കിലോമീറ്റർ, 58. സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഇത്. ഇനിയിപ്പോ 3 വണ്ടിയും 58 ആയതുകൊണ്ട് ഇതിൽ വേറെ മീറ്റർ ടാമ്പറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. 100% ജെന്യൂൻ ആണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. അത്രയും കോൺഫിഡൻസിലാണ് നമ്മളത് പറയുന്നത്. ഈ വെഹിക്കിളിൽ 4 കോണ്ടിനെന്റലിന്റെ പുതിയ ടയേഴ്സ് ആണ് കിടക്കുന്നത്. കോണ്ടിനെന്റലിന്റെ ടയേഴ്സ് ആണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഇന്റീരിയർ ആസ് വെൽ ആസ് എക്സ്റ്റീരിയർ ഇരിക്കുന്നത്. ഓട്ടോമാറ്റിക് 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഫോർച്യൂണറിൽ 2 വീൽ ഓട്ടോമാറ്റിക്. 58,000 കിലോമീറ്ററിലൊക്കെ വളരെ റയർ ആയിട്ടാണ് ക്രിസ്റ്റൊക്കെ മീൻസ് ഫോർച്യൂണറൊക്കെ കാണാൻ കിട്ടാറ്. കാരണം ഒക്കെ 1 lakh എബോവ് ഓടിയിട്ടുള്ള വണ്ടികളാണ് കൂടുതലും വരാറ്. ഈ വെഹിക്കിളിന് പ്രൈസ് ചോദിക്കുന്നത് 17.5 ലക്ഷം രൂപ. 17,75,000 രൂപ. 17,75,000 2016 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ചോദിക്കുന്നത്. ഇങ്ങോട്ടേക്ക് മാറാൻ ഒരു 2.5 lakhs വരും. 2.5 ലക്ഷം രൂപ അപ്രോക്സിമേറ്റ് ഇങ്ങോട്ട് മാറാനായിട്ട് വരും. വണ്ടി എങ്ങനെയുണ്ട് ജിബി? ഞാൻ പേഴ്സണലി ചോദിക്കുകയാണ്. വണ്ടി നീറ്റാണ്, ഒന്നും പറയാനില്ല. നീറ്റ് ഫസ്റ്റ് വന്നപ്പോ തന്നെ പോയി ഡോറൊക്കെ തുറന്ന് നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്തെങ്കിലും ലെതർ ഡാമേജസ് കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ? സാധാരണ കാണുന്നതാണ് സീറ്റിലെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. കാരണം അങ്ങനെയാണ് കസ്റ്റമർ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫോർച്യൂണറിന്റെ ഡീറ്റെയിൽ. ഓക്കെ, അടുത്ത ക്രിസ്റ്റയിലേക്ക് പോകാം. ഇന്നത്തെ അവസാനത്തെ വാഹനം ഇതും ഒരു ക്രിസ്റ്റയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. നേരത്തെ നമ്മൾ പറയുന്നത് ഒന്ന് മാനുവൽ ഒന്ന് ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ, ഒരു പേർപ്പിൾ കളർ അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? 2018 മാനുഫാക്ചർഡ്, 2018 രജിസ്റ്റേർഡ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വെഹിക്കിളാണ്. 58,000 കിലോമീറ്റർ ആണ് ഈ വണ്ടിയും ഓടിയിരിക്കുന്നത്. ഫുൾ സർവീസ് ടൊയോട്ടയുടെ ഓതറൈസ്ഡ് ഷോറൂമിലാണ്. പുറത്ത് ഇതുവരെ വണ്ടി സർവീസ് ചെയ്തിട്ടില്ല. 2.8 Z ഓട്ടോമാറ്റിക്, അതായത് ഫുൾ ഓപ്ഷൻ വേരിയന്റ് വെഹിക്കിളാണ്. ഓൾമോസ്റ്റ് ഒരു 70-80% ഇതിൽ ടയേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് ആണ്. 2025 ജൂലൈ മാസം വരെ, അതായത് 1 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി ഇൻഷുറൻസ് റിന്യൂ ചെയ്താൽ മതി. ഇൻഷുറൻസിൽ IDV വാല്യൂ വന്നിട്ട് 26 ലക്ഷം രൂപ ഈ വണ്ടിക്ക് IDV വാല്യൂ ഉണ്ട്. ഈ വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് 19,25,000 രൂപ. 19,25 2018 58,000 കിലോമീറ്റർ ഓടിയ Z ഓട്ടോമാറ്റിക് വാഹനമാണ്. 2.8 ഏറ്റവും ടോപ്പിന്റെ വാഹനം. മാറണമെങ്കിൽ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 2,75,000 രൂപയാണ് ഇത് കേരള രജിസ്ട്രേഷൻ ആക്കി മാറ്റാനായിട്ട് വരുന്നത്. ഇപ്പോ ടൊയോട്ട ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ഇറക്കുന്നില്ല. നല്ല ഡിമാൻഡാണ്. നല്ല ക്വാളിറ്റി വണ്ടികൾക്ക് നല്ല ഡിമാൻഡിലാണ് ഇപ്പോൾ ക്രിസ്റ്റ നിൽക്കുന്നത്. പല കസ്റ്റമേഴ്സും വിളിച്ച് കേരള വണ്ടി അവർ നോക്കിയിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളെടുത്തുനിന്ന് പുറത്തുള്ള വണ്ടികൾ നോക്കുന്നത്. കാരണം അത്രയും പ്രൈസിങ്ങിലാണ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ക്രിസ്റ്റ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും പുതിയ സ്റ്റോക്കിന് എപ്പോഴത്തേക്കാണ് വരിക? ഇതൊക്കെ കഴിഞ്ഞ് പതുക്കെ ഇതിന്റെ ഡോക്യുമെന്റേഷൻ കസ്റ്റമർക്ക് എല്ലാവർക്കും NOC ഒക്കെ എടുത്തു കൊടുത്ത് പതുക്കെ റിലാക്സ് ചെയ്തിട്ടാണ് അടുത്ത സ്റ്റോക്ക് എടുക്കുന്നത്. നമ്മൾ ഹറിവറിയാക്കിയിട്ട് കച്ചവടം പിടിക്കുന്നത് അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് വണ്ടികൾ മാത്രം വെച്ച് ചെയ്യുന്നതാണ് അല്ലേ കച്ചവടം? അത്രയേ ഉള്ളൂ. വേറെ ഒരുപാട് വണ്ടി എടുത്തിട്ട് ഒരുപാട് ലാഭം ഉണ്ടാക്കി അങ്ങനത്തെ പരിപാടി ഒന്നും സാധാരണ ഇഷ്ടപ്പെട്ട വണ്ടി പ്രൊഡക്റ്റ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ കൊടുക്കുക. എനിക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഇവിടുന്ന് 350 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത്രയും ദൂരത്തുനിന്ന് ഇവിടം വരെ വന്ന് വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സാധനം ഒരാൾക്ക് കൊടുത്ത് അതിന്റെ റിവ്യൂ കണ്ടിട്ടൊക്കെയാണ് കസ്റ്റമേഴ്സ് വരുന്നത്. എപ്പോഴും ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ റെഫറൻസ് വരും, കസ്റ്റമർ ഡാറ്റാബേസ് ഉണ്ടാവും. വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വണ്ടികളൊക്കെ എനിക്ക് തോന്നുന്നു 1 വീക്കിന്റെ ഉള്ളിൽ സോൾഡ് ഔട്ട് ആയി. ഒന്നും പെൻഡിങ് ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്തിട്ട് അങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം പോകുന്നുണ്ട് അല്ലേ എല്ലാ വീഡിയോസിലും? അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ സ്റ്റോക്കിനെ പറ്റി ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. പിന്നെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവരുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ അയച്ചു തരുമ്പോൾ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. വാട്സപ്പ് ചാനലിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറന്നു പോകണ്ട. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ മാക്സിമം ഷെയർസ് നൽകി സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ? എല്ലാവർക്കും നന്ദി, വളരെ നന്ദി. താങ്ക് യു. ബൈ.